ഹായ് ഹലോ ടീം കൃഷ്ണ ഇവന്റ്സ് ഒരു ഗ്യാപ്പിന് ശേഷം നിങ്ങൾക്ക് മുന്നിലേക്ക് വരികയാണല്ലേ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഏരിയയിലൊക്കെ ഒന്ന് മാറിയിട്ട് ബോൾഗാട്ടി പാലസിലാണ്. ഈ ബോൾഗാട്ടി പാലസ് എന്ന് വെച്ചാൽ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാമായിരിക്കും, മലയാള സിനിമയുടെ മെയിൻ ലൊക്കേഷൻ ആണ്. അതൊക്കെ പോട്ടെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സച്ചിന്റെയും ദുർഗയുടെയും വെഡിങ് ഇവന്റ് ചെയ്യാനായിട്ടാണ് ബോൾഗാട്ടി പാലസിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഇവന്റ് മൊത്തം ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്ന ടീം കൃഷ്ണ ഇവന്റ്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ദുർഗയ്ക്ക് ഹൽദി, മെഹന്തി, സംഗീത് എന്നിങ്ങനെ 3 ഫംഗ്ഷൻസും തൃപ്പൂണിത്തുറ NM കൗണ്ടിൽ വെച്ച് നടത്തുന്നുണ്ടായിരുന്നു. അതെല്ലാം ചെയ്തത് നമ്മൾ ടീം കൃഷ്ണ ഇവന്റ്സ് തന്നെയാണ്. ഒരുപാട് ഐഡിയാസും സജഷൻസും കൺസെപ്റ്റ്സും ഉള്ള കുട്ടിയാണ് ദുർഗ. ആ എല്ലാ റിക്വയർമെന്റ്സും ആഡ് ചെയ്തിട്ട് ഒരു ഗോൾഡൻ റെഡ് തീമിൽ വേണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇന്നത്തെ വർക്ക് ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. എന്റെ പേര് ദുർഗ, ഇത് എന്റെ ഹസ്ബൻഡ്. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആയിരുന്നു. സോ ഇവന്റ്സ് എല്ലാം ചെയ്തത് കൃഷ്ണ ഇവന്റ്സ് ആണ്. അതായത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് കണ്ണൻ ചേട്ടനായിരുന്നു ചെയ്തത്. സോ ഞാൻ ഭയങ്കര എന്താണ് ഔട്ട്പുട്ട് എന്ന് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ്. ഞങ്ങളുടെ എല്ലാ ഫംഗ്ഷൻസും ലൈക്ക് എക്സെപ്റ്റ് എൻഗേജ്മെന്റ് ബാക്കിയെല്ലാം കണ്ണൻ ചേട്ടനായിരുന്നു ചെയ്തത്. അടിപൊളിയായിരുന്നു. മഴയായതുകൊണ്ട് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് കൂടാണ്ട് എക്സ്ട്രാ കാര്യങ്ങളും കൂടി ആഡ് ചെയ്ത് വളരെ എന്താ പറയാ അടിപൊളി. ഒരു കുറ്റം പോലും പറയാനില്ല. പരിപാടി തുടങ്ങുമ്പോൾ മുതൽ എൻഡ് വരെ ഒരു ബ്രദർ നിൽക്കുന്ന പോലെ നിന്നല്ല ഈച്ച് ആൻഡ് എവറിത്തിങ് നോക്കി. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സ്ട്രെസ് ഉണ്ടാവില്ല. ഭയങ്കര ഫ്രീ ആയിരുന്നു, അടിപൊളിയായിരുന്നു. സോ ലൈക്ക് ഇനി അപ്കമിങ് കപ്പിൾസ് ആണെങ്കിൽ ആരാണെങ്കിലും എന്തെങ്കിലും ഇവന്റ്സ് ഒക്കെ നടത്താൻ പ്ലാൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞാൻ കണ്ണഞ്ചേട്ടനെ ഏൽപ്പിക്കാൻ പറയും. ബിക്കോസ് ഞാനും ഒരു ഗ്യാരണ്ടിയാണ്, ഹസ്ബൻഡ് ഒരു ഗ്യാരണ്ടിയാണ്, ഫാമിലി തന്നെ ഒരു ഗ്യാരണ്ടി. കാരണം ആള് ലൈക്ക് ക്യാരക്ടർ വൈസ് ആണെങ്കിൽ നമുക്കിപ്പോൾ ഈച്ച് ആൻഡ് നമ്മുടെ ബഡ്ജറ്റിലെ രീതിയിൽ ചെയ്തരും. നമ്മളിപ്പോൾ ഒരു സാധനം പറഞ്ഞു അത് സാധാരണ ഒരു ഇവന്റ്സ് എന്ന് പറയുമ്പോൾ അവർ അത് ചെയ്യിപ്പിക്കാനേ നോക്കുള്ളൂ പറഞ്ഞു. പക്ഷേ കണ്ണഞ്ചേട്ടനെ സംബന്ധിച്ച് കണ്ണഞ്ചേട്ടൻ ഞാനിങ്ങനെ ചേട്ടൻ ഒന്ന് ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചാൽ ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ കുറച്ച് നേരമല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അല്ലാണ്ട് ചേട്ടൻ ഫ്ലവേഴ്സ് ഒക്കെ ശരിക്കും നമുക്ക് അതാ ചെയ്തത്. ഇപ്പോൾ ഫ്ലവർ ചാൻഡിലിയർ ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞതിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാണ്. സോ ലൈക്ക് ഐ ആം സോ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ സർവീസ്. പറഞ്ഞ പോലെ തന്നെ ഞാൻ മലബാർ സൈഡിൽ നിന്നാണ് വരുന്നത്. സോ ആ സൈഡിൽ പലതരം മാരേജ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു മാരേജ് ആദ്യമായിട്ടാണ്. എസ്പെഷ്യലി ബോൾഗാട്ടി ഇവന്റ് സെന്ററിലാണ് വെന്യൂ ബുക്ക് ചെയ്തതെന്ന് പറയുമ്പോൾ തന്നെ എക്സ്പെക്ടേഷൻ അധികമായിരുന്നു. അത് ഈ ഒരു ഇവന്റും ഡെക്കറേഷൻ എല്ലാം കൂടെ ആയപ്പോൾ സമ്പൂർണ്ണമായി വൺ ഓഫ് ദ ബെസ്റ്റ് മാരേജ്. എൻ്റെ സ്വന്തം മാരേജ് തന്നെ ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എസ്പെഷ്യലി കൃഷ്ണ ഡെക്കറേഷൻ. എൻ്റെ ചേച്ചിയുടെ കല്യാണമായിരുന്നു. ടീം കൃഷ്ണ ഇവന്റ്സ് ആയിരുന്നു എല്ലാ ഇവന്റ് മാനേജ്മെന്റും എല്ലാം നടത്തിയത്. അടിപൊളിയായിരുന്നു. എല്ലാ കസിൻസ് വന്നവരെല്ലാവരും നല്ല അടിപൊളി ഡെക്കറേഷനാണെന്ന് പറഞ്ഞു ചോദിക്കുകയും ചെയ്തു ആരാണൊക്കെ. ഇപ്പോൾ താങ്ക് യു ടീം കൃഷ്ണ ഇവന്റ്സ്. കൃഷ്ണ ഇവന്റ്സ് ആയിരുന്നു ഹൽദി മുതലുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ ഇവന്റ് ചെയ്തത്. ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്. പലരും നല്ല അഭിപ്രായമാണ് നമ്മളോട് പറഞ്ഞത്. ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്.